ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് വിദ്യ. നമുക്കൊരു ട്രാവൽ പോയാലോ? യെസ് ഗൈസ്, ഇതൊരു ട്രാവൽ വ്ലോഗാണ്. ഇതെവിടേക്കാണെന്ന് ഞാൻ പറയട്ടെ. ഇത് നമ്മുടെ സ്വന്തം പാലക്കാട് ഉള്ള നമ്മുടെ പാലക്കാട് ഫോർട്ടിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ടിപ്പു സുൽത്താന്റെ ഫോർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോയിട്ടുള്ളത്. ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഫോർട്ടാണ് ഗൈസ് ഇത്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ 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 അടിപൊളിയാണ് ഗൈസ്. ഹിസ്റ്റോറിക്കലായിട്ട് പണ്ട് ഒരുപാട് പണ്ട് 1700 കാലഘട്ടങ്ങളിൽ നമ്മളുടെ ടിപ്പു സുൽത്താന്റെ പിതാവായിട്ടുള്ള അല്ലെങ്കിൽ അച്ഛനായിട്ടുള്ള ഹൈദരാലി അവർക്ക് യുദ്ധങ്ങൾ നടത്താനും അവർക്ക് സാധനങ്ങൾ വയ്ക്കാനുമായിട്ട് പണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കോട്ടയാണ് ഗൈസ് ഇത്. അപ്പൊ ഇവിടെയാണ് കോട്ടയ്ക്ക് അകത്തേക്ക് കിടക്കാനുള്ള എൻട്രൻസ് ഉള്ളത്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കാണുന്നത് ആമക്കുളമാണ്. എന്തുകൊണ്ടാണ് ഈ ആമക്കുളം എന്ന് പേര് വരാനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫുൾ ആമകളാണ്. നമുക്ക് നേരെ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ ധാരാളം ആമകളെ അവിടെ കാണാനായിട്ട് കഴിയും. ഞാനും അപ്പൊ അങ്ങനെ കുറെ നോക്കിയിട്ട് അവിടെയുള്ള ആമകളെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോയാൽ പിന്നെ അടുത്തുള്ളത് വന്നിട്ട് ഒരു ഹനുമാന്റെ ക്ഷേത്രമാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അവിടേക്കാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് ഒരു വഴിയുണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എത്തുന്നത് ഹനുമാൻ ക്ഷേത്രത്തിന്റെ എൻട്രൻസിലാണ്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഗൈസ് ഹനുമാൻ ക്ഷേത്രം വരുന്നത്. ഉള്ളിൽ അതിൻ്റെതായിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. കൗണ്ടറിൽ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ അവിടെ നിന്ന് തൊഴുതിയിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അതിലൂടെ പുറത്തേക്ക് പോവാണ്. പുറത്തിനി ഇതിന്റെ ഒരു മുകളിലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ടിക്കറ്റ് ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് അവർ കയറ്റിവിടും. ടിക്കറ്റ് കൊടുത്താലാണ് അവർ കയറ്റിവിടുക. അങ്ങനെ കയറ്റി വിട്ട ശേഷം നമുക്ക് നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ഒരു ഫുൾ നേച്ചറായിട്ടാണ്. അതിന്റെ മുകളിൽ പോയിട്ട് നമ്മൾ താഴത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കയറി വരുന്ന സ്ഥലം നമുക്ക് നല്ല വിസിബിൾ ആയിട്ട് അവിടെ കാണാനായിട്ട് പറ്റും. അതിന്റെ മുകളിൽ തന്നെ നമ്മൾ താഴത്ത് കണ്ടിട്ടുണ്ടായിരുന്ന കുളമൊക്കെ നല്ല ഭംഗിയോടെ കാണാൻ പറ്റും. ആൻഡ് ഈ കോട്ട നോക്കൂ, എത്ര സൂപ്പർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പണ്ടത്തെ യുദ്ധത്തിനും അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാനുമായിട്ട് എത്ര വിശാലമായിട്ട് കണ്ടാലും തീരാത്ത അത്രയും ദൂരത്തിലാണ് ഇവർ ആ കോട്ട പണിതിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ. നിറയെ മരങ്ങളുമായിട്ടൊക്കെ സൂപ്പർ ആയിട്ടുണ്ടാവും കാണാനായിട്ട്. പിന്നെ അങ്ങനെ കുറെ നടന്ന സമയത്ത് ഇവിടെ ഇതിനകത്ത് മുമ്പായിട്ട് ഒരു ജയിലുണ്ടായിരുന്നു. ഇപ്പൊ ഇത് ഇവിടെ ഇല്ല, ഇവിടെ നിന്ന് പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറെ നടക്കണം. അപ്പൊ നമുക്ക് നല്ല ഇതായിട്ടുള്ള ഗാർഡൻ കാണാം. പിന്നെ അതിനകത്ത് തന്നെ ഒരു ചെറിയ കുളമുണ്ട്, ചെറിയ കുഞ്ഞു കുളം. അതവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ നേച്ചറാണ്. അങ്ങനെ വരുന്ന വഴികളാണ് നമ്മൾ കുറേ സ്കൂൾ കുട്ടികൾക്ക് ട്രിപ്പായിട്ടൊക്കെ ചെറിയ കുട്ടികളെ ധാരാളം കൊണ്ടുവരാനുള്ള സ്ഥലമാണ് ഇത്. ധാരാളം ടൂറിസ്റ്റ് വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഗൈസ് ഇത്. നമുക്ക് സ്കൂൾ വൈസ് ആയിട്ടുള്ള ട്രിപ്പുകളും അല്ലാതെ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ള കപ്പിൾസ് ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള സ്പോട്ടാണ്. നിങ്ങൾ എന്തായാലും ഒരിക്കൽ വന്ന് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് നോക്കാവുന്ന സൂപ്പർ ആയിട്ടുള്ള പ്ലേസ് ആണ് ഗൈസ് ഇത്. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഇവിടെ വന്ന് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇഷ്ടമായെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം ഗൈസ്. ബൈ.